അയ്യോ ഇങ്ങനെ ആക്കണം എന്നാ രസം. അയ്യോ ഇങ്ങനെ ആക്കണം. ഞാൻ ദിവസം പള്ളിയിൽ ചെന്ന് ദിവസം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നതാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ഫസ്റ്റ് പ്രാർത്ഥിക്കും, ഈശോയെ കർത്താവേ എന്റെ പുറത്തിട്ടിരിക്കുന്ന 150 രൂപയുടെ ചെരുപ്പൊന്നും ആരും അടിച്ചോണ്ട് പോകരുതേ. പിന്നെ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഈശോയെ എന്റെ കണക്ക് മാഷ് കാലൊടിഞ്ഞ് കിടപ്പിലാവണേ, സ്കൂളിലേക്ക് വരരുതേ, എനിക്ക് അടി കിട്ടരുത്. പ്രാർത്ഥിക്കും, കർത്താവേ ഈശോയെ ഓട് പൊട്ടി വീണ് എന്റെ സ്കൂളിൽ 2 മാസം ലീവ് കിട്ടുന്നത്. സൂരജ്, ഇങ്ങനെ കുരുത്തക്കേട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ നരകത്തിൽ ചെല്ലൂട്ടോ, അല്ലേ അച്ഛാ? പിന്നെ തീർച്ചയായിട്ടും. നരകത്തിന്റെ അവസ്ഥ നിനക്കറിയാവോ? നരകത്തിൽ ചെന്നാൽ അവിടെ കെടാത്ത തീ, നിറയെ പുഴുക്കള്. അങ്ങോട്ട് പോകരുത് ഈ പ്രായത്തില്. അച്ഛൻ എന്നെ പറ്റിക്കാൻ പറയാ. പറ്റിക്കല്ല, അങ്ങനെ അങ്ങനെ പറ്റിക്കണ്ട. അതന്നെ. അല്ല ഈ തീ ഉള്ളപ്പോ എങ്ങനെ പുഴുക്കളുണ്ടാവും? ഒരു കമ്പനി ഒരു പുതിയ കാർ ഇറക്കും. കമ്പനി കാർ ഇറക്കി കഴിയുമ്പോൾ ആ കാറിന് വില നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരനല്ല, ഇവിടുത്തെ കശാപ്പുകാരനല്ല, ഇവിടുത്തെ തട്ടുകടക്കാരനല്ല, കാറിന്റെ